ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ വൻ തിരിച്ചുവരവ് നടത്തിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈക്ക് ഇത്തവണ അതിശക്തമായ ടീമുണ്ടായിട്ടും ആദ്യ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത്. അവസാന 6 മത്സരത്തിലും ജയിച്ച മുംബൈ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണുള്ളത്. ഇത്തവണ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 5 തവണ കിരീടം നേടിയ മുംബൈ ഇത്തവണ 6ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ഇടവേളയ്ക്ക് ശേഷം മുംബൈ കിരീടത്തിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈയിൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഫോമിലേക്ക് എത്തിയതോടെയാണ് ടീമിന് വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നത്. ബൗളിംഗ് നിരയിൽ ദീപക് ചഹാനും ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയുമെല്ലാം എതിരാളികളെ എറിഞ്ഞൊതുക്കുകയാണ്. ഇവർ ഫോമിലേക്ക് എത്തിയതോടെ ബൗളർ എന്ന നിലയിലെ ഹാർദിക്കിന്റെ സമ്മർദ്ദം കുറഞ്ഞിട്ടുണ്ട്. സ്പിന്നർ കരൺ ശർമ്മയും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. മുംബൈ ഫോമിലേക്ക് എത്തിയതോടെ മറ്റു ടീമുകൾക്കാണ് ഇപ്പോൾ ആശങ്ക. പ്ലേ ഓഫിലേക്ക് എത്തിയാൽ കപ്പ് കൊണ്ട് മടങ്ങുന്നതാണ് മുംബൈയുടെ ശീലം. അത് ഇത്തവണയും ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ മുംബൈയുടെ കിരീട സാധ്യത അമ്പാട്ടി റായുഡ് തന്നെ വിലയിരുത്തുകയാണ്. മുംബൈ പ്ലേ ഓഫിൽ എത്തിയാൽ കിരീടം ഉറപ്പാണ്. മുംബൈ ഇന്ത്യൻസ് 5 തവണ കപ്പ് നേടിയ ടീമാണ്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ വലിയ മത്സരങ്ങൾ ജയിക്കാൻ മറ്റ് ടീമുകളെക്കാൾ നന്നായി മുംബൈക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്ക് എത്തുന്ന മുംബൈ എതിരാളികൾ ഭയക്കണം. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ മുംബൈ പ്ലേ ഓഫിൽ തോറ്റു പുറത്തായത് വിരളമായെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇത്തവണയും മുംബൈ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ കപ്പിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണെന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും. ബാറ്റിംഗിലും ബൗളിംഗിലും സന്തുലിതമായ പ്രകടനം നടത്താൻ മുംബൈക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധിപരമായി കളിക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ്. സാഹചര്യം വിലയിരുത്തി കളിക്കാൻ മുംബൈ എന്നും മിടുക്കരാണ്. എപ്പോഴും തങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞാണ് അവർ കളിക്കുന്നത്. സമ്മർദ്ദത്തെ നന്നായി മറികടക്കാൻ അവർക്ക് കഴിവുണ്ട്. പ്ലേ ഓഫിലേക്ക് എത്തിയാൽ മുംബൈ എപ്പോഴും അപകടകാരികളായ ടീമാണ്.